നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നും അവർക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും അവരെവിടേക്ക് എത്തിച്ചേരുന്നതെന്നുള്ള 3 കാർഡുകളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ വന്നിട്ട് കറണ്ട് എനർജി പറഞ്ഞപ്പോൾ ഒരു 5 ഓഫ് വാൺസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അറിയാൻ പറ്റും, കുറച്ച് പേര് നിന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ്. അപ്പോൾ ഇതെന്താ, എന്തോ ആശയക്കുഴപ്പം അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു കലഹമാണ് കാണുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറകെ ആ ഒരു കലഹമാണ് കാണുന്നത്. ശരിക്കും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം അടിപിടി അല്ലെങ്കിൽ കലഹങ്ങളൊന്നും നമ്മളെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാറില്ല. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മളൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പരസ്പരം ആശയപരമായിട്ട് വ്യത്യാസം വരുമ്പോൾ അത് സംയമനത്തോടെ സമാധാനത്തോടെ സംസാരിച്ച് നമ്മളതിനൊരു പരിഹാരം കണ്ടെത്തുക. അതാണ് വേണ്ടത്. ഇപ്പം നിങ്ങളോട് എന്താ പറയുന്നത്? നിങ്ങളാണ് ഈ വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത്? യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയൊരു ആശയം കൊണ്ടുതരികയാണ്. എന്തിനേയും നേടാനുള്ള കരുത്തുള്ള പുതിയൊരു ആശയം നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങളൊരിക്കലും ഇത്തരം കലഹങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തരുത്. ഇതൊരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്നതാവാം. വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാവാം. നിങ്ങളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അസൂയ കൊണ്ട് ചെയ്യുന്നതാവാം. അപ്പോൾ ഈ യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടും. അതുമായിട്ട് ഏത് കാര്യത്തെ ചൊല്ലിയുള്ള കലഹങ്ങളായാലും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയ ആശയം കൊണ്ട് മുന്നോട്ട് പോവുക. പ്രതീക്ഷയുടെ കാലമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെച്ച്